കാമുകന് വേണ്ടി നടുറോഡിൽ ഏറ്റുമുട്ടി പെൺകുട്ടികൾ. ഉത്തർപ്രദേശിലെ ബഗ്പതിലാണ് സംഭവം. തങ്ങൾ രണ്ടുപേരും ഒരാളെയാണ് ഇഷ്ടപ്പെടുന്നത് അറിഞ്ഞതോടെയാണ് പെൺകുട്ടികൾ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ വീഡിയോ പുറത്തു വന്നതോടെ സംഭവം വൈറലായിരിക്കുകയാണ്. ഇരുവരും 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണെന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതും. ഇതേ സ്കൂളിൽ പഠിക്കുന്ന ആൺകുട്ടിയെ തന്നെയാണ് പെൺകുട്ടികൾ ഇരുവരും സ്നേഹിച്ചത്. ഈ ആൺകുട്ടിയോട് ഇരുവരും ഇടയ്ക്കിടെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി സ്കൂളിന് മുന്നിൽ വെച്ച് വാക്കുതർക്കവും പിന്നീട് കയ്യാങ്കളിയിലേക്കും എത്തിച്ചേരുകയാണ്. ഇരുവരും ഇഷ്ടപ്പെട്ടത് ഒരേയാളെ, രണ്ടുപേരും വിട്ടുകൊടുക്കാനും തയ്യാറല്ല. ഒടുവിൽ അടിപിടിയിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സിംഗ്വാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അമിനഗർ സരായ് ടൗണിൽ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം നടന്നത്. തിരക്കേറിയ റോഡിൽ വെച്ചായിരുന്നു പെൺകുട്ടികൾ തല്ലുകൂടിയത്. അവർ പരസ്പരം ഇടിക്കുകയും ചവിട്ടുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്യുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതുകണ്ട് കൂട്ടുകാരികൾ ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും എന്നാൽ ഇരുവരും അതിൽ നിന്നും പിന്മാറാതെ പരസ്പരം ഉപദ്രവിക്കുകയാണ്. ഇരുവരുമുണ്ടായ സംസാരത്തിനിടെ പിന്നീടത് അക്രമത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സമാനമായ മറ്റൊരു സംഭവം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാമുകനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 2 പെൺകുട്ടികൾ റോഡിൽ വഴക്കിടുകയായിരുന്നു. അടിപിടി കണ്ട് മറ്റുള്ളവർ ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പിന്മാറാൻ ഇവർ തയ്യാറായതുമില്ല. ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു അന്വേഷണം നടത്തിവരികയാണ്. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശിലെ ബഗ്പതിൽ ഇങ്ങനെയൊരു സംഭവം നടന്നത്. സ്കൂൾ കുട്ടികൾക്കിടയിൽ ഇത് നിരന്തരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ നിന്നിറങ്ങി സ്കൂളിന് വെളിയിലാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലുമായാണ് ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംഭവങ്ങളിൽ നാട്ടുകാർക്ക് ഇടപെടാൻ കഴിയാത്ത അവസ്ഥയുമാണ്. കൂടെയുള്ള സുഹൃത്തുക്കൾ ഇവരെ പിന്മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും വിഫലമാവുകയാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.